Hi friends, Eid Mubarak. എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് പെരുന്നാളല്ലേ, എല്ലാവർക്കും ചെറിയ മധുരം തരാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഞാനൊരു ചെറിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണെന്ന് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന കരുതുന്നു. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ബോംബെ വെർമിസില്ലിയാണ്. ഇത് നന്നായി ഫൈനായിട്ട് കൈ കൊണ്ട് പൊടിച്ചു വെച്ചതാണ്. ഇത് നല്ല നൈസായിട്ടുള്ള, നമ്മുടെ നാട്ടിൽ തിക്കുള്ളത് കിട്ടും. ഇപ്പോഴത്തെ നാട്ടിൽ എല്ലാവർക്കും അറിയാണ്ടാവും, ബോംബെ വെർമിസില്ലി എന്നൊക്കെ പറയും. ഇത് 150 ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാ ഇങ്ങനത്തെ ഒരു പാക്കറ്റ്, ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 5 ടേബിൾ സ്പൂണ് ബട്ടറാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, നല്ല ഗീ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ മേടിച്ചതില്ല, നമ്മളിവിടെ ഉണ്ടാക്കാറാണ്. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതിലേക്ക് പോകാം. മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓൾറെഡി ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കപ്പും കൂടി പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലാണ് ഞാൻ എടുത്തത് 236 ml ആണ് ഈ കപ്പിൻ്റെ അളവ് കേട്ടോ. നിങ്ങൾ ക്ലാസ് ആച്ചെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പം 2 കപ്പ് പാലൊഴിച്ച് ഇനി ഇതേ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ഇടാം. പിന്നെ ഒരു കപ്പ് പഞ്ചസാര ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ, മധുരം ഇനി ഓവറാകണ്ടെന്നുള്ളതിലാണ് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. നമുക്ക് ഈ പഞ്ചസാര ഈ പാലിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ഈ പാലും പഞ്ചസാരയും കൂടെ വെച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്കൊന്ന് ചൂടായി വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇടാം, പിന്നെ ചൂട് കുറച്ചാൽ മതി. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പൊ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറക്കാട്ടാ. ഇനി ഇത് ഒന്ന് വറ്റി പത പോലെ വരും, നമുക്ക് നന്നായിട്ട് ഫോം പോലെ ഇതിന് മുകളിൽ ഇങ്ങനെ വരും. ആ സമയം വരെ നമ്മങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്, ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല ക്ഷമയോടുകൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഇടക്ക് തീ ഒന്ന് കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്യുക. തീ തള വരുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് മാത്രം. നമ്മൾ മിൽക്ക് മെയ്ഡ് ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ റെഡി ആയി തുടങ്ങുമ്പോൾ ഇതിങ്ങനെ ബബിൾ പോലെ നന്നായിട്ട് വരും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്തു വെക്കാം. പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇതിന് ആവശ്യമുള്ളത് മാത്രം ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ഈ ബബിൾ വന്നതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്നും കൂടി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ കൺസിസ്റ്റൻസി വന്നാലും നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഓവറായിട്ട് തിക്കാൻ നിങ്ങൾ കാത്തിക്കരുത്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് മേടിക്കുമ്പോൾ പുറത്തുനിന്നൊക്കെ നല്ല തിക്കിലേക്ക് കാണുക. ഇത് ആ തിക്കാവുന്ന വരെ നിങ്ങൾ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായി മാറും. ഇപ്പോൾ ഏകദേശം ഈ തിക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്തി വെക്കാട്ടാ. മിൽക്ക് മെയ്ഡ് നമ്മളെ റെഡി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ ഈ തിക്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇനിയും തിക്കാവും. അപ്പോൾ നമുക്ക് നമ്മളെ മെയിൻ റെസിപ്പിക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ആദ്യം നമ്മളൊരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബട്ടർ അതിലേക്ക് ഇടാം. ഓക്കെ, ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ വെർമിസില്ലി, ആ സേമിയ ഇതിലേക്ക് ഇടാം. നമുക്കിതൊന്ന് ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കൂടാണ്ട് നോക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ സേമിയ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് നമ്മൾ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മിൽക്ക് മെയ്ഡ് പാകമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർത്തോട്ടെ. അത് നമുക്ക് മധുരം പാകത്തിന് മതി എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ചേർത്തത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കൂടുതൽ മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് ചേർക്കാം. ഉണ്ടാവും ഇതിങ്ങനെ ചെറുതായിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. കുറെ നേരം തീയിലിങ്ങനെ വെക്കാൻ പാടില്ല, അപ്പൊ ഇത് ഹാർഡായി പോകും. അപ്പൊ നമ്മളെ ഇത് പാകമായി വന്നിട്ട് അപ്പൊ തീ അപ്പോൾ ഓഫാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറുന്ന വരെ ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മളെ ഈ സ്വീറ്റ് റെഡിയാക്കാൻ പോവാണ്. അപ്പൊ നന്നായി ചൂടാറാൻ പാടില്ല, ചെറിയ ചൂടിൽ തന്നെ നമ്മളിത് ശരിയാക്കി എടുക്കണം. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിന്റെ ഒരു കുപ്പിയുടെ മൂടിയാണ്, മരുന്നിന്റെ കുപ്പിയുടെ മൂടിയാണ്. പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സ്, ബദാം, പിസ്ത, ഇത് മൂന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കപ്പോൾ അത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യുമ്പോൾ കുറച്ച് ഓയിൽ പറ്റണത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇതിൽ നിന്ന് ആ പാത്രത്തിലേക്ക് കുറച്ച് നിറക്കാം. നമ്മൾ ആ കുപ്പിയുടെ മൂടിലേക്ക് ഇടാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല? അപ്പൊ നമ്മൾ ഈ ഷേപ്പിൽ വരും. നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു പിസ്തയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് അത് ക്രഷ് ചെയ്തിട്ടോ അത് ഫുള്ളോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, ഇഷ്ടമൊന്നത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കട്ടെ. നമുക്ക് ഇതുപോലെ ഒരു കാഷ്യൂ നട്ട്സ് ആണ് വെക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വല്ല ഹാർട്ടിന്റെ ചിഹ്നോ അത് സർക്കിളോ അത് സ്ക്വയർ ഏത് ഷേപ്പിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാ ആ സേമിയം നമുക്ക് ഇതുപോലെ ആക്കി മാറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ സ്വീറ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കുപ്പിയുടെ മുഴുവൻ എടുത്തുകൊണ്ടാണ് ഇത് ഈ ഷേപ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങളുള്ള ഏത് പാത്രത്തിന്റെ ഷേപ്പിലും നിങ്ങൾക്ക് ഇത് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും വീണ്ടും ഈദ് മുബാറക്. ബൈ ബൈ.